നമസ്കാരം. KSEBയോട് അടുത്തിടപഴകുന്ന രീതിയിലേക്ക് സാധാരണക്കാരനെ കൂടെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് KSEBയുടെ സിസ്റ്റമൊക്കെ മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ KSEB. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ KSEB റീഡിംഗ്, അത് ഉപഭോക്താവിന് നേരിട്ട് റീഡിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണമെന്നുള്ള രീതിയിലുള്ള അന്വേഷണവും ആലോചനകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതേപോലെ തന്നെ മറ്റൊരു സമ്പ്രദായത്തിലേക്ക് കൂടെ KSEB എത്തുകയാണ്. അതായത് സംസ്ഥാനത്ത് വൈദ്യുതി ബില്ലുകൾ ഇനി മുതൽ മലയാളത്തിൽ ലഭ്യമാകും എന്നാണ് വിവരം. ഇതിന്റെ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ബില്ല് മലയാളത്തിലാക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ അദാലത്തിൽ ആവശ്യം ഉയർന്നതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ബില്ലുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി. മീറ്റർ റീഡിംഗിന് മെഷീൻ തന്നെ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് അനുസരിച്ച് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ നൽകാൻ സാധിക്കും. കറണ്ട് ബില്ല് ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് മെസ്സേജായും ഇമെയിലായും നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. www.kseb.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും സമ്പ്രദായങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. എനർജി ചാർജ്, ഡ്യൂട്ടി ചാർജ്, മീറ്റർ വാടക എന്നിവയെല്ലാം എന്താണ് എന്നതും എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നതൊക്കെ വെബ്സൈറ്റിൽ മലയാളത്തിലും KSEB നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. അതേസമയം കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ബില്ലിന് ലളിതമാക്കാനുള്ള പുതിയ മാർഗങ്ങൾ KSEB പരിഗണിക്കുന്നു എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. 2 മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം മാസം തോറും ബില്ല് ഈടാക്കുന്ന രീതിയാണ് ബോർഡ് സജീവമായി അതിന്റെ ഭാഗമായി പരിഗണിച്ചിരുന്നത്. ഉപഭോക്താക്കൾക്ക് സ്വന്തമായി റീഡിംഗ് നടത്തി ബില്ല് അടയ്ക്കാനുള്ള സൗകര്യമൊക്കെ അതിന്റെ ഭാഗമായിട്ട് KSEB ചിട്ടപ്പെടുത്തി എടുക്കുന്നുണ്ട് എന്നായിരുന്നു സൂചന. സ്പോട്ട് ബില്ലിനൊപ്പം തന്നെ QR കോഡ് ഏർപ്പെടുത്തി ഉടൻ പണമടയ്ക്കാവുന്ന സംവിധാനവും താമസിക്കാതെ സംസ്ഥാനങ്ങളിൽ നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. 2 മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം പ്രതിമാസ ബില്ല് ഏർപ്പെടുത്തണമെന്നത് ഉപഭോക്താക്കൾക്ക് ഏറെക്കാലമായുള്ള ആവശ്യമാണ്. അതാണ് KSEB യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. 2 മാസത്തെ ബില്ല് ഒന്നിച്ച് അടയ്ക്കുമ്പോൾ ഉപഭോക്താവിന് വലിയ തുക അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യം KSEBയുടെ ഈ ഒരു ചിന്താഗതിയിലൂടെ മാറിയേക്കാം. പ്രതിമാസം ബില്ല് അടച്ചു കഴിഞ്ഞാൽ ഉയർന്ന ബില്ല് ഒഴിവാക്കാം, താരിഫ് ഒഴിവാക്കാം എന്നൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് KSEBയുടെ വിലയിരുത്തൽ. അതെന്തായാലും KSEBയോടുള്ള ജനങ്ങളുടെ ആ ഒരു അകൽച്ച അത് കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ KSEB. ആദ്യം നമ്മുടെ തനത് ഭാഷയിലേക്ക് വരുന്നു. മലയാളത്തിൽ ഇനി ബില്ലുകൾ ഉണ്ടാകും. അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു. അതിനുശേഷം തന്നെ ഓരോ വീട്ടുകാർക്കും അവരുടെ, അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിനോ വീടിനോ എന്താണെങ്കിലും അവരുടെ ബില്ല് അത് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ റീഡിംഗ് എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് നേരിട്ട് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉടൻ തന്നെ എത്തുമെന്നും KSEB കൂടുതൽ സുതാര്യമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.